കേരള രാഷ്ട്രീയത്തെയും ഭരണകൂടത്തെയും ഒരുപോലെ പിടിച്ചുലച്ച മാസപ്പടി വിവാദത്തിൽ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയനെ ചുറ്റിപ്പറ്റിയുള്ള അന്വേഷണം പുതിയൊരു തലത്തിലേക്ക് കടന്നിരിക്കുകയാണ്. കൊച്ചിയിലെ ഇ.ഡി. ഓഫീസിൽ വെച്ച് വീണ വിജയനെ 8 മണിക്കൂറിലധികം നീണ്ട കടുത്ത ചോദ്യം ചെയ്യലിന് വിധേയാക്കിയതോടെയാണ് ഈ കേസിന്റെ നിയമപരമായ വ്യാപ്തി എത്രത്തോളമുണ്ടെന്ന് പുറം ലോകം തിരിച്ചറിയുന്നത്. ചോദ്യം ചെയ്യലിൽ പ്രധാനമായും ഉയർന്നുവന്നത് വീണയുടെ വിദേശ ബാങ്ക് അക്കൗണ്ടുകളെയും അവയിലെ പണമിടപാടുകളെയും കുറിച്ചുള്ള ചോദ്യങ്ങളായിരുന്നു. എന്നാൽ ഈ നിർണായക ചോദ്യങ്ങൾക്ക് മുന്നിൽ കൃത്യമായ തൃപ്തികരമായ മറുപടി നൽകാൻ വീണയ്ക്ക് കഴിഞ്ഞിട്ടില്ലെന്നാണ് പുറത്തുവരുന്ന സൂചനകൾ. ഇത് വരും ദിവസങ്ങളിൽ വീണയ്ക്കും ഒപ്പം സംസ്ഥാന ഭരണ നേതൃത്വത്തിനും വലിയ രീതിയിലുള്ള നിയമരാഷ്ട്രീയ പ്രതിസന്ധികൾക്ക് വഴി തുറക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ചോദ്യം ചെയ്യലിൽ ഉടനീളം തനിക്ക് നിലവിൽ വിദേശത്ത് യാതൊരുവിധ ബാങ്ക് അക്കൗണ്ടുകളും ഇല്ലെന്ന വാദമാണ് വീണ വിജയൻ ഉയർത്തിയത്. എന്നാൽ മുൻപ് അബുദാബിയിലുണ്ടായിരുന്ന ബാങ്ക് അക്കൗണ്ടുകൾ പെട്ടെന്ന് ക്ലോസ് ചെയ്തതിന്റെ കാരണവും അതിലേക്ക് വന്നിരുന്ന പണത്തിന്റെ യഥാർത്ഥ സ്രോതസ്സും വ്യക്തമാക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. വീണയുടെ ഉടമസ്ഥതയിലുണ്ടായിരുന്ന ഈ അബുദാബി അക്കൗണ്ടുകൾ മുൻപ് തന്നെ ക്ലോസ് ചെയ്യപ്പെടുകയും അതിലെ വിവരങ്ങൾ മുഴുവൻ ബാങ്കുകൾ തന്നെ അവരുടെ പ്രധാന ഡേറ്റാബേസിൽ നിന്ന് നീക്കം ചെയ്യുകയും ചെയ്തതായാണ് നിലവിൽ ലഭ്യമാകുന്ന വിവരങ്ങൾ. ഒരു സാമ്പത്തിക അന്വേഷണം നടക്കുമ്പോൾ മുൻപുണ്ടായിരുന്ന അക്കൗണ്ടുകളിലെ സുപ്രധാന വിവരങ്ങൾ ലഭ്യമാക്കാത്തത് കേന്ദ്ര ഏജൻസികളിൽ വലിയ സംശയങ്ങൾക്ക് ഇട നൽകിയിട്ടുണ്ട്. വിദേശ ബാങ്ക് അക്കൗണ്ടുകളിലെ ഈ നിർണായക വിവരങ്ങൾ മറച്ചുവെക്കാനോ അതല്ലെങ്കിൽ മനഃപൂർവ്വം ഇല്ലാതാക്കാനോ ശ്രമിച്ചെന്ന നിഗമനത്തിലേക്ക് അന്വേഷണ സംഘം എത്തിയാൽ അത് കേസിൽ വീണയ്ക്ക് കടുത്ത നിയമക്കുരുക്കായി മാറാനാണ് സാധ്യതയെന്ന് നിയമവിദഗ്ധരും ചൂണ്ടിക്കാണിക്കുന്നു. ഒരു ഇന്ത്യൻ പൗരന് വിദേശത്ത് ബാങ്ക് അക്കൗണ്ട് തുറക്കണമെങ്കിൽ ഭാരതീയ റിസർവ് ബാങ്ക് അതീവ കടുപ്പമേറിയ വ്യവസ്ഥകളും കർശനമായ നിബന്ധനകളുമാണ് മുൻപോട്ട് വെക്കുന്നത്. രാജ്യത്തെ സാമ്പത്തിക ഭദ്രത ഉറപ്പുവരുത്തുന്നതിനും കള്ളപ്പണ നിക്ഷേപങ്ങൾ തടയുന്നതിനുമായി രൂപീകരിച്ചിട്ടുള്ള വിദേശ വിനിമയ ചട്ടനിയമത്തിന്റെ പരിധിയിൽ നിന്നുകൊണ്ട് മാത്രമേ ഇത്തരം ഇടപാടുകൾ നടത്താൻ അനുമതിയുള്ളൂ. റെസിഡന്റ് ലിബറലൈസ്ഡ് റെമിറ്റൻസ് സ്കീം പ്രകാരം ഒരു ഇന്ത്യൻ പൗരന് പ്രത്യേക ആവശ്യങ്ങൾക്കായി ഒരു സാമ്പത്തിക വർഷം പരമാവധി $2.5 ലക്ഷം മാത്രമാണ് ഇന്ത്യയിൽ നിന്നും വിദേശത്തുള്ള സ്വന്തം അക്കൗണ്ടിലേക്ക് നിയമപരമായി അയക്കാൻ കഴിയുന്നത്. ഈ തുക ഏതെല്ലാം കാര്യങ്ങൾക്ക് വിനിയോഗിക്കാമെന്ന് ഇന്ത്യൻ നിയമ സംവിധാനം കൃത്യമായി നിർവചിച്ചിട്ടുണ്ട്. വിദ്യാഭ്യാസം, വിദേശയാത്രകൾ, വിദേശത്തെ ചികിത്സാ ചെലവുകൾ, ഇൻഷുറൻസ് പ്രീമിയങ്ങൾ, ചട്ടങ്ങൾക്ക് വിധേയമായുള്ള ചെറിയ തോതിലുള്ള നിക്ഷേപങ്ങൾ എന്നിവയ്ക്ക് വേണ്ടി മാത്രമാണ് ഈ തുക വിനിയോഗിക്കേണ്ടതെന്ന് പല വിദേശ വിനിമയ കേസുകളിലും രാജ്യത്തെ പരമോന്നത നീതിപീഠമായ സുപ്രീം കോടതി തന്നെ മുൻപ് വ്യക്തമാക്കിയിട്ടുള്ളതാണ്. എന്നാൽ ഇതിനേക്കാളെല്ലാം ഉപരിയായി ഏറ്റവും നിർണായകമായ മറ്റൊരു നിയമവ്യവസ്ഥ കൂടിയുണ്ട്. ഇത്തരത്തിൽ ഇന്ത്യൻ പൗരന്മാർക്ക് വിദേശത്ത് തുറക്കുന്ന അക്കൗണ്ടുകളിലേക്ക് യാതൊരു കാരണവശാലും വിദേശത്തു നിന്നോ ഇന്ത്യയിലെ മറ്റ് സ്രോതസ്സുകളിൽ നിന്നോ നേരിട്ട് പണം സ്വീകരിക്കാൻ അനുമതിയില്ല. വീണയുടെ വിദേശ അക്കൗണ്ടുകളിലേക്ക് മാസപ്പടിയായോ അല്ലെങ്കിൽ മറ്റ് കൺസൾട്ടൻസി സേവനങ്ങളുടെ പേരിലോ ഏതെങ്കിലും തരത്തിലുള്ള വിദേശ പണം നേരിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അത് കടുത്ത കള്ളപ്പണ നിരോധന നിയമത്തിന്റെ പരിധിയിൽ നേരിട്ട് വരും. വിദേശത്തു നിന്നും പണം സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ അതിന് കൃത്യമായി സ്രോതസ്സിൽ നിന്നുള്ള നികുതി പിടിച്ച് അടയ്ക്കേണ്ടതുണ്ട്. മാത്രമല്ല, ഇന്ത്യയിൽ വർഷാവർഷം ആദായ നികുതി റിട്ടേൺ ഫയൽ ചെയ്യുമ്പോൾ ഈ വിദേശ വരുമാനത്തിന്റെ വിവരങ്ങളും അക്കൗണ്ട് വിവരങ്ങളും കൃത്യമായി ബോധിപ്പിക്കുകയും വേണം. ആദായ നികുതി റിട്ടേണിൽ ഈ വിവരങ്ങൾ കാണിച്ചാൽ പോലും വിദേശ വിനിമയ ചട്ടനിയമപ്രകാരമുള്ള കേസിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ല. കാരണം വിദേശത്ത് നേരിട്ട് പണം സ്വീകരിക്കുന്നത് തന്നെ ഫെമ നിയമപ്രകാരം തെറ്റാണ്. വൻകിട കോർപ്പറേറ്റ് കമ്പനികൾക്ക് പോലും പേടി സ്വപ്നമായ ഒന്നാണ് ഫെമ നിയമം. കാരണം ഇത്തരം കേസുകളിൽ കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമം മാത്രമല്ല, രാജ്യസുരക്ഷയെ ബാധിക്കുന്ന പ്രവർത്തനങ്ങൾക്കായി പണം സ്വീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട കടുത്ത വകുപ്പുകൾ കൂടി ചുമത്താൻ കേന്ദ്ര അന്വേഷണ ഏജൻസികൾക്ക് അധികാരം ലഭിക്കും. ഇത് കുറ്റാരോപിതർക്ക് ജാമ്യം ലഭിക്കുന്നത് പോലും ദുഷ്കരമാക്കും. ഈ വിവാദവുമായി ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയയിലും രാഷ്ട്രീയ നിരീക്ഷകർക്കിടയിലും വലിയ ചർച്ചകളാണ് നടക്കുന്നത്. അച്ഛന്റെ രാഷ്ട്രീയ സ്വാധീനവും നിർദ്ദേശവും മുൻനിർത്തി കമ്പനി ഉണ്ടാക്കി മാസപ്പടി വാങ്ങി എന്നതിനപ്പുറം വീണയ്ക്ക് വലിയ രീതിയിലുള്ള സാമ്പത്തിക പരിജ്ഞാനമോ ഇത്തരം വലിയ സാമ്പത്തിക ഇടപാടുകൾ ആസൂത്രണം ചെയ്യാനുള്ള ക്രിമിനൽ ബുദ്ധിയോ ഉള്ളതായി തോന്നുന്നില്ലെന്നാണ് പല രാഷ്ട്രീയ നിരീക്ഷകരും പ്രതികരിക്കുന്നത്. കുടുംബത്തിന്റെ രാഷ്ട്രീയ സ്വാധീനവും അധികാരവും ഉപയോഗിച്ച് വലിയ സാമ്പത്തിക ഇടപാടുകളിലേക്ക് വീണയെ കരുവാക്കുകയായിരുന്നുവെന്ന തരത്തിലുള്ള ചർച്ചകളും ഇപ്പോൾ സജീവമാണ്. കേന്ദ്ര ഏജൻസികൾ വിട്ടുവീഴ്ചയില്ലാത്ത കൃത്യമായ അന്വേഷണവുമായി മുന്നോട്ട് പോയാൽ വരും ദിവസങ്ങളിൽ വീണയ്ക്ക് വലിയ നിയമ നടപടികൾ നേരിടേണ്ടി വരും. കേന്ദ്രത്തിലെ ഉന്നത ഭരണ നേതൃത്വത്തിന്റെ രാഷ്ട്രീയപരമായ ഇടപെടലുകൾ വഴി ലഭിക്കുന്ന ഒത്തുതീർപ്പുകളിലൂടെ മാത്രമേ ഇനി വീണയ്ക്ക് എന്തെങ്കിലും തരത്തിലുള്ള ആശ്വാസം ലഭിക്കാൻ സാധ്യതയുള്ളൂവെന്നാണ് അണിയറയിലെ രാഷ്ട്രീയ സംസാരം. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ രാഷ്ട്രീയ പ്രതിച്ഛായയ്ക്ക് ഈ അന്വേഷണവും ചോദ്യം ചെയ്യലും ഏൽപ്പിക്കുന്ന ആഘാതം ചെറുതല്ല. പാർട്ടിക്കകത്തും പുറത്തും
പുറത്തും മുഖ്യമന്ത്രിക്ക് നേരെ വിരൽ ചൂണ്ടാൻ ഈ കേസ് പ്രതിപക്ഷത്തിന് വലിയൊരു രാഷ്ട്രീയ ആയുധമായി മാറിയിരിക്കുകയാണ്. കുടുംബാംഗങ്ങൾ ഉൾപ്പെട്ട ഇത്തരം വലിയ സാമ്പത്തിക ഇടപാടുകളിൽ പൊതുസമൂഹത്തിനും അണികൾക്കും മുന്നിൽ കൃത്യമായി മറുപടി നൽകാൻ കഴിയാത്തത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ സാധാരണക്കാരായ അണികൾക്കിടയിലും വലിയ അതൃപ്തിക്കും ആശയക്കുഴപ്പത്തിനും കാരണമാകുന്നുണ്ട്. അഴിമതിക്കെതിരെ സംസാരിക്കുന്ന ഒരു പാർട്ടിയുടെ അമരക്കാരന്റെ കുടുംബം തന്നെ ഇത്തരം ആരോപണങ്ങളിൽ നിഴലിൽ നിൽക്കുന്നത് പാർട്ടിയുടെ വിശ്വസ്തതയെ ബാധിക്കുന്നു. വരും ദിവസങ്ങളിൽ വീണയെ വീണ്ടും ചോദ്യം ചെയ്യലിനായി ഇഡി വിളിച്ചു വരുത്തുമെന്നാണ് വിശ്വസനീയമായ കേന്ദ്രങ്ങളിൽ നിന്നും ലഭിക്കുന്ന സൂചന. ആദ്യ ചോദ്യം ചെയ്യലിൽ പല കാര്യങ്ങളിലും വ്യക്തത വരുത്താത്തതിനാൽ കൂടുതൽ തയ്യാറെടുപ്പുകളോടെയായിരിക്കും ഇഡി അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുക. വീണയുടെ വിദേശ അക്കൗണ്ടുകളിലെ യഥാർത്ഥ വിവരങ്ങളും മുൻകാല ഇടപാടുകളും രേഖകളും ലഭ്യമാക്കാൻ UAE അധികൃതർ ഇഡി ഔദ്യോഗികമായി കത്തയച്ചിട്ടുണ്ടെന്നാണ് വിവരം. വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള ഇത്തരം ഔദ്യോഗിക ബാങ്ക് സ്റ്റേറ്റ്മെന്റുകളും ഡിജിറ്റൽ തെളിവുകളും മുൻനിർത്തിയാകും അടുത്ത ഘട്ട ചോദ്യം ചെയ്യൽ നടക്കുക.